നമസ്കാരം, ഷെറി തിരുവല്ലയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങയും കൂടെ മിക്സ് ചെയ്തൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം പൗത്രൻ ചേട്ടനാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് അരിയുന്നത് എന്നെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ക്യാരറ്റിൻ്റെ അറ്റവും വാലും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് കുറേ പ്രാവശ്യം കീറിയതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് അരിയുന്നത്. അപ്പോൾ അച്ചാറിന് വേണ്ട കറക്റ്റ് കഷ്ണത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. മാങ്ങയും അതുപോലെ തന്നെയാണ്. നമ്മൾ തൊലി ചെത്താതാണ് മാങ്ങ നമ്മൾ അരിയുന്നത്. അത് നേരെ പൂളിയ കഷ്ണം നേരെ നടുക്കൂടെ കീറിയിട്ട് പിന്നെയും ചെറുതായിട്ട് നേരെ കീറിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് കഷ്ണങ്ങൾ അച്ചാറിനുള്ളത് കിട്ടും. അതിന് വേണ്ടി നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് അതിന് ശേഷം കീറി വെച്ച പച്ചമുളക് എടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് അടുത്തത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് എണ്ണ ഒഴിച്ചു, കടുകിട്ട്, അതുപോലെ തന്നെ കീറി വെച്ചിരുന്ന പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇനി അടുത്തത് കുറച്ച് കരിയാപ്പിലയാണ്. കരിയാപ്പില ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇനി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ വിനാഗിരിയാണ്. നമ്മളിപ്പോൾ ഒരു കുപ്പി വിനാഗിരിയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഈ ഒരു അച്ചാർ നമ്മൾ ഏകദേശം ഒരു 500 പേരുടെ അച്ചാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് മാങ്ങയും ക്യാരറ്റും കൂടെ മിക്സായിട്ടുള്ള അച്ചാറാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് നമ്മളിപ്പോൾ തട്ടിയിരിക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു സാധനം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതായത് ഉലുവാപ്പൊടി ഉണ്ടായിരുന്നു, അതിടുന്നത് നമ്മൾ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഈ ഒരു ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉലുവാപ്പൊടിയൊക്കെ അത് നമ്മൾ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്ത സമയത്ത്. അത് പെട്ടെന്ന് ഇത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. നമ്മൾ പിന്നെ മാങ്ങ, ഈ ക്യാരറ്റ് വെന്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മാങ്ങ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. ക്യാരറ്റ് ഏകദേശം ആയതിന് ശേഷമേ നമ്മൾ മാങ്ങ ഇതിലേക്ക് തട്ടുകയാണ്. അത് ഏറ്റവും ലാസ്റ്റേ ഇടത്തുള്ളൂ. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി തീ കത്തിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് പോകും. ക്യാരറ്റ് ഏകദേശം വേവൊക്കെ ആയി. അപ്പം ഇപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല.